പല ബിസിനസ്സുകാരും ഇവിടെ കണക്ക് എഴുതുന്നത് എങ്ങനെയാണെന്നറിയും, നമ്മുടെ സ്വന്തം കെട്ടിടമാണ്, വാടക കണക്കിനകത്ത് എഴുതുന്നേ ഇല്ല. കാരണം നമ്മുടെ ആണല്ലോ, വാടക കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അത് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ വാടക കൊടുക്കേണ്ടാത്തതുകൊണ്ട് നിങ്ങൾ പല കച്ചവടക്കാരും ചോദിച്ചു നോക്കുക, അവരോട് ചോദിച്ചു വാടകയൊന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് നമ്മുടെ സ്വന്തമായതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു, വാടകയൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് മുതലാകുകയില്ല. പല ആൾക്കാരോട് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മളുമൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കെട്ടിടത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പം നമ്മൾ സ്വന്തം കെട്ടിടത്തിൽ നടക്കുന്നുണ്ട്, വാടകയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ പോലും, വാടക കൊടുക്കേണ്ടാത്തതുകൊണ്ട് 1 രൂപ നമുക്ക് എന്തായാലും, അതുകൊണ്ടൊക്കെ നമുക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പല കച്ചവടക്കാരും പറയാറുണ്ട്. അതായത് നന്നായിട്ട് പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ ഒരു അക്കൗണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ വാടക ആരുടെ ആണെങ്കിലും പ്രൊമോട്ടർക്ക് ഒരു സാലറി വെക്കും. അതായത് ഞാനാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോയാൽ കിട്ടുന്ന ശമ്പളമെങ്കിലും കിട്ടേണ്ടതാണല്ലോ, അത് മാറ്റി വെച്ചിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോകുന്ന കിട്ടുന്ന ശമ്പളം കൂടെ കണക്ക് കൂട്ടണ്ടേ, അല്ലാതെ ഇങ്ങനെ നമുക്ക് കണക്ക് കൂട്ടിയാൽ ശരിയാവും. അപ്പോൾ അവിടെ പോകുന്ന ശമ്പളവും വാടകയും എല്ലാം കഴിഞ്ഞിട്ടുള്ളത് മാത്രമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്.